എന്തായാലും കേരളത്തിലെ നായന്മാർ മൊത്തം ഇളകിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തും സംഭവിക്കാം. നായന്മാർ ഇളകിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ പിടികിട്ടത്തില്ല. നായർക്ക് അരിശം വന്നാലുള്ള കാര്യം തന്നെ അറിയാവുന്നതല്ലേ. നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ വർണ്ണിച്ചിട്ടില്ലേ, നായർ യുദ്ധത്തിന് പോയി മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ നായർ വിശന്ന് വലഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞിക്കരിയിട്ടില്ല, ആയത് കേട്ട് കലമ്പിച്ചെന്നങ്ങുടനെ ആയുധമുടനെ കാട്ടിലെറിഞ്ഞു, അതുകൊണ്ട് അരിശം തീരാൻ ഞവന പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലെ മുഴുവൻ നല്ല നായന്മാരും, നല്ല നായന്മാരെന്ന് പറഞ്ഞാൽ ഈ ചെവി പൂടെയുള്ള നായരായിരിക്കും എന്ന് തോന്നുന്നു, നായന്മാർ മുഴുവൻ പെരുന്ന വളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സുകുമാരൻ നായർക്ക് രക്ഷയില്ലാത്ത അവസ്ഥയിലാകും കാര്യങ്ങൾ. ഇപ്പം പോക്ക് കണ്ടിട്ട് ആ തരത്തിലാണ്. കാരണം സുകുമാരൻ നായരുടെ സ്വജനപക്ഷപാതം കാണിക്കുന്നു, അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നടക്കുന്നു. മന്നത്ത് പത്മനാഭൻ്റെ പാതയിലൂടെ വന്ന നായർ സമുദായത്തിന് മുഴുവൻ തീരാ കളങ്കമായിട്ട് ഇപ്പോഴത്തെ പെരുന്നയിലെ പോപ്പ് സുകുമാരൻ നായർ മാറുന്നു എന്നൊക്കെയാണ് ഈ നല്ല നായന്മാരുടെ മുറവിളി. കേരളത്തിലെ അവിടെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് നായന്മാരുടെ ഈ ശബ്ദം കേൾക്കുന്നത്. എല്ലാ നായന്മാരും ഉറക്കെ പറയുന്നില്ല. കാരണം ഈ നായന്മാരെന്ന് പറഞ്ഞാൽ അല്പം ആത്മാഭിമാനമുള്ളവരാണ്. അങ്ങനെ അഭിമാനം കളഞ്ഞു കുളിക്കാനായിട്ട് തയ്യാറാകത്തില്ല. അതാണ് ഈ നല്ല നായന്മാരുടെ ലക്ഷണമെന്ന് പറയുന്നത്. സുകുമാരൻ നായർ ഇങ്ങനെ അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ കാണിക്കുന്നത് കൊണ്ട് സഹികെട്ടാണ് കുറേ നായന്മാർ ഇപ്പോൾ വൈക്കത്ത് സ്വാഭിമാന യാത്ര നടത്തുകയാണ്. അഭിമാനം കളഞ്ഞു കുളിക്കുന്നതിനെതിരെയുള്ള ഒരു യാത്ര തന്നെ അവർ നടത്താൻ തീർച്ചപ്പെടുത്തിയതാണ്. അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെയാണ് ഉന്നയിക്കുന്നത്. ഒന്നാമത്, നമ്മുടെ ഈ പിണറായി വിജയൻ അയ്യപ്പ സംഗമത്തിന് അതിലൂടെ വലിയ പിന്തുണ നൽകിയത് നായർ സമുദായത്തിനകത്ത് വലിയ അരിശമുണ്ടാക്കിയിരിക്കുകയാണ്. കാരണം ശബരിമലയെ തകർക്കാനായിട്ട് ശ്രമിച്ച ഒരു വിഭാഗമാണ് CPM. അതിൻ്റെ നേതൃത്വം കൊടുത്തത് പിണറായി വിജയൻ തന്നെയാണ്. ആ ശബരിമല തകർക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമാണ് ശബരിമല യുവതീ പ്രവേശം. എവിടെ നിന്നോ 2 സ്ത്രീകളെ കൊണ്ടുവന്ന് ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയതും ശബരിമലയെ കളങ്കപ്പെടുത്തിയതാണ്. ശബരിമല യുവതീ പ്രവേശത്തിനെതിരായിട്ട് അതിശക്തമായ പ്രക്ഷോഭവുമായിട്ട് രംഗത്ത് വരുന്നത് NSS തന്നെയാണ്. ചങ്ങനാശ്ശേരിയിലും പന്തളത്തും പത്തനംതിട്ടയിലും നിലയ്ക്കലും ഒക്കെ കണ്ട പ്രതിഷേധ സ്വരമെന്ന് പറയുന്നത് നായന്മാരുടെ ശബ്ദം തന്നെയാണ്. നാമജപഘോഷയാത്ര, കേരളത്തിലെ നായർ സ്ത്രീകൾ മുഴുവൻ ഒന്നടങ്കം ആ ഘോഷയാത്രയിൽ പങ്കുചേർന്നു. നാമജപഘോഷയാത്രയിൽ പങ്കെടുത്തവരുടെ പേരിൽ പലതരത്തിലുള്ള കേസുകളും നിലനിൽക്കുന്നുണ്ട്. 6000 കേസുകളും 12,000 പ്രതികളും ഉണ്ട്. ഈ അയ്യപ്പ സംഗമം നടത്തി പ്രായശ്ചിത്തം നടത്താനായിരുന്നുവെങ്കിൽ പിണറായി വിജയൻ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഈ NSSലെ അവർക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കുകയല്ലേ വേണ്ടത്? എന്നിട്ട് വേണ്ട സുകുമാരൻ നായർ പിന്തുണ കൊടുക്കാൻ. എത്രയോ പേർ ഉപരിപഠനത്തിന് വിദേശത്തേക്ക് പോകേണ്ടവരായിരുന്നു, ജോലി കിട്ടി പോകേണ്ടവരായിരുന്നു, പലർക്കും പാസ്പോർട്ടിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് നിൽക്കുന്നവരെ. അപ്പോൾ അവർക്കെതിരെ കേസ് നിലനിൽക്കുമ്പോൾ ഈ വക കാര്യങ്ങളിൽ തടസ്സം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ വലിയ ദോഷമാണ് NSSന് ഉണ്ടാക്കിയിട്ടുള്ളത്. 10 വർഷക്കാലം പിണറായി വിജയൻ്റെ ദുർഭരണത്തിനെതിരെ അതിശക്തമായിട്ട് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയും ഹൈന്ദവരുടെ ആചാരങ്ങളെ ഒക്കെ തന്നെ വേണ്ട തരത്തിൽ സംരക്ഷിക്കാൻ തയ്യാറെടുത്ത് മുമ്പോട്ട് വരുന്ന BJPയിൽ നിന്ന് അകലം പ്രാപിച്ചു നിൽക്കുകയും ചെയ്യുന്ന സുകുമാരൻ നായരോട് നായന്മാർക്കിടയിൽ തന്നെ വലിയ എതിർപ്പ് നിൽക്കുകയാണ്. അത് കൃത്യമായിട്ടുള്ള കാര്യവുമാണ്. ഇപ്പോൾ തന്നെ ഈ സവർണ ജാഥയുടെ മണ്ണാണിത് ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത്. അവിടെ നിന്നിട്ട് ഉയർന്നിട്ടുള്ളത് ആ ഒരു ശബ്ദമെന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തെ മുഴുവൻ പിടിച്ചുകുലുക്കുന്നതായിരുന്നു.
സുകുമാരൻ നായർ ഒരു മാടമ്പി സ്വഭാവം കാണിക്കുന്നു എന്നാണ് പറയുന്നത്. എല്ലാവരും തന്നെ വന്ന് കണ്ടോണം, തൻ്റെ പാദം തൊട്ട് വന്നിച്ചോണം, തൻ്റെ പാദം കഴുകി കുടിച്ചോളണം എന്നുള്ള തരത്തിലുള്ള ഹുങ്കാണ് കാണിക്കുന്നത്. ഒന്ന് ആലോചിക്കണം, മന്നത്തിനെ പോലുള്ളവർ ഇരുന്ന കസേര, മന്നത്തിൻ്റെ മുന്നിൽ പോകാൻ മടിയല്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് കേരള രാഷ്ട്രീയത്തിൽ ചിലരൊക്കെ കാണിച്ചു കൊടുത്തിട്ടുമുണ്ട്. തോപ്പിൽ ഭാസി കോന്നി നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ആരോ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, ചങ്ങനാശ്ശേരിയിൽ പോയി മന്നത്തെ ഒന്ന് കണ്ടുകൊള്ളണം. തോപ്പിൽ ഭാസി പറഞ്ഞ മറുപടി, അദ്ദേഹത്തിന് സമയം കിട്ടുമെങ്കിൽ വന്ന് എന്നെ ഒന്ന് കാണട്ടെ എന്നാണ്. ഇതാരോ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ പോയി ഓതിക്കൊടുത്തു. മന്നം അതിന് കൃത്യമായ മറുപടിയും കൊടുത്തു. അവനാണ് തന്തയ്ക്ക് പിറന്നവൻ എന്നാണ് മന്നത്ത് പറഞ്ഞത്. അതാണ് ശരി. അത്തരത്തിൽ തൻ്റെ ഇടം കാണിക്കാനായിട്ട് ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് ആർക്കും കഴിയത്തില്ല എന്നുള്ളതാണ്. തോപ്പിൽ ഭാസിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. തോപ്പിൽ ഭാസി കേരളത്തിലെ രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിലല്ല അറിയപ്പെടുന്നത്. അദ്ദേഹം നല്ല ഒന്നാം തരം നാടകക്കാരനാണ്. രാഷ്ട്രീയവും ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഒളിവിലെ ഓർമ്മകൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു തൻ്റെ ഇടവും ആർജവും കാണിക്കാനൊന്നും ഇവിടുത്തെ ഒരു നേതാക്കന്മാർക്കും, കാരണം NSS വിചാരിച്ചു കഴിഞ്ഞാൽ വോട്ട് എങ്ങോട്ടേക്ക് പോകണം എന്ന് തീർച്ചപ്പെടുത്താൻ കഴിയും എന്നുള്ള ഒരു കാലമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആ കാലമൊക്കെ പോയി. ഇപ്പോൾ സുകുമാരൻ നായർ പറയുന്നതനുസരിച്ച് ഇന്നത്തെ പിള്ളേർ വോട്ട് ചെയ്യുമോ? പാമ്പറിയും. പണ്ട് പറയാറുണ്ട്, പള്ളിയിൽ ഇടയലേഖനം വായിച്ചു, എല്ലാ കുഞ്ഞാടുകളും ഇന്നാർക്ക് വോട്ട് ചെയ്തോളൂ എന്ന്. ഇന്ന് അങ്ങനെ വായിക്കാം, വായിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതുപോലെ വോട്ട് ചെയ്യണമെന്നൊന്നുമില്ല. വോട്ട് ചെയ്യുമായിരിക്കും പഴയ കുറച്ച് ആൾക്കാർ മാത്രം. നമ്മുടെ അച്ഛൻ പറഞ്ഞതല്ലേ, അതനുസരിക്കണമല്ലോ എന്ന് പറഞ്ഞ്, പിന്നെ കുറേ മൂത്ത നായന്മാർ ചിലപ്പോൾ പെരുന്നയിൽ സുകുമാരൻ നായർ പറഞ്ഞതല്ലേ, പോപ്പ് പറഞ്ഞത് പിന്നെ നമ്മൾ അനുസരിക്കണ്ടേ എന്ന് പറഞ്ഞ്, അല്ലാതെ നമ്മുടെ വെള്ളാപ്പള്ളി പറയുന്നതനുസരിച്ച് ചെയ്യുമോ? അങ്ങനെയുമില്ല. അതൊക്കെ ഉണ്ടായിരുന്ന കാലം, അതൊക്കെ പോയി. ഇന്ന് കാണുന്നത് ഈ വൃത്തികെട്ട ജാതി രാഷ്ട്രീയമല്ല കാണുന്നത് പുതുതലമുറ. അവരൊരു ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സാണ് കാണുന്നത്, വികസന രാഷ്ട്രീയമാണ്. അതിനനുസരിച്ച് അത് വ്യക്തിയെ നോക്കിയും ഒക്കെ ആയിരിക്കും അവർ വോട്ട് ചെയ്യുന്നത്. അല്ലാതെ നായരാണോ മറ്റേതെങ്കിലും സമുദായക്കാരനാണോ ചെവി കൂടെയുള്ള നായരാണോ എന്നൊന്നും നോക്കിയിട്ടൊന്നും അല്ല. അപ്പം എന്തായാലും സുകുമാരൻ നായരെ അധികകാലം കേരളത്തിൽ ഈ നല്ല നായന്മാർ വെച്ച് വാഴിക്കുമെന്ന് തോന്നുന്നില്ല. അവർ ഇപ്പോൾ വൈക്കത്താണ് സ്വാഭിമാന യാത്രയൊക്കെ നടത്തുന്നത്. വൈക്കത്താണല്ലോ പലതിൻ്റെയും തുടക്കവും പല വിപ്ലവവും ഒക്കെ നടന്നിട്ടുണ്ടല്ലോ. വിപ്ലവ വീര്യത്തിൻ്റെ മണ്ണും ഉള്ള ഒരു ഇടം കൂടിയാണ് വൈക്കം. അപ്പോൾ അവിടെ നിന്ന് തന്നെ തുടങ്ങട്ടെ. അവിടെ നിന്ന് തുടങ്ങി ഇനി ഇങ്ങ് പെരുന്നയിലേക്ക് വന്ന് സുകുമാരൻ നായരെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് നോക്കാം. ഈ ഒരു ജാതി രാഷ്ട്രീയമാണ് കേരളത്തെ നയിക്കുന്നത്, കേരള രാഷ്ട്രീയത്തെ നയിക്കുന്നത് എന്നുള്ള ബോധമുണ്ട്. അത് മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. അത് നമുക്കറിയാം, ഒരു മന്ത്രിസഭ നിലവിൽ വരുമ്പോൾ ഇന്നാർക്ക് നായർക്ക് ഇത്ര. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കുറേ നാളുകളായിട്ട് കിടന്ന് പറയുന്നുണ്ടല്ലോ, ഈഴവർക്ക് വേണ്ടത്ര പ്രാതിനിധ്യം UDF കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. അവർ കൊടുക്കുന്നില്ല എന്നുള്ളതും ശരിയാണ്, വെള്ളാപ്പള്ളി പറഞ്ഞു എന്നുള്ളതും ശരി തന്നെയാണ്. പക്ഷേ അവരാണ് രാഷ്ട്രീയം ഇങ്ങനെ ഇത്തരത്തിൽ മലീമസമാക്കുന്നതെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും ഈ വൈക്കത്ത് നിന്ന് തുടങ്ങിയ പ്രക്ഷോഭം ഇനിയിപ്പോൾ പെരുന്നയിൽ വന്ന് സുകുമാരൻ നായരെ വളയുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും നമുക്കിനി ഒരു നായർ വിപ്ലവത്തിനായിട്ട് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.